സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മദീനയിൽ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുന്നു. സ്മാർട്ട് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ 400 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയും വിധത്തിലുള്ള പദ്ധതി 12 നില കെട്ടിടത്തിലാണ് ഒരുക്കുന്നത്. മദീനയിലെ മസ്ജിദുൻ നബവിക്ക് സമീപമായാണ് ബഹുനില പാർക്കിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മദീന നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പദ്ധതി മദീനയിലെ ആദ്യ ബഹുനില പാർക്കിംഗ് സംവിധാനം കൂടിയാണ്. സ്മാർട്ട് ഓട്ടോമാറ്റിക് സംവിധാനം ഉപയോഗിച്ചായിരിക്കും പ്രവർത്തനം. 982 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി ഒരുക്കുന്നത്. 9 കോടി റിയാലാണ് പദ്ധതിയുടെ ചെലവ്. ഇതിനായുള്ള കരാറുകൾ പൂർത്തിയായതായി നഗരസഭാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഡ്രൈവർ ഇല്ലാതെ തന്നെ വാഹനം പാർക്ക് ചെയ്യാനും പുറത്തേക്ക് എത്തിക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. സ്ഥലപരിമിതി പരിഹരിക്കുക, സന്ദർശകരുടെ സമയനഷ്ടം ഒഴിവാക്കുക, സുരക്ഷിത പാർക്കിംഗ് ഒരുക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. ബഹ്റൈനിലെ ശീതകാല വിനോദ പരിപാടിയായ ക്യാമ്പിംഗ് സീസണിന് തുടക്കമായി. ഇന്നലെ മുതൽ അടുത്ത വർഷം ഫെബ്രുവരി 20 വരെയാണ് ക്യാമ്പിംഗ് സീസൺ ആരംഭിച്ചതോടെ ഇനി ബഹ്റൈനിലെ പ്രവാസികൾ അടക്കമുള്ളവരുടെ ആഘോഷങ്ങൾ രാത്രികാല ക്യാമ്പുകളിലേക്ക് മാറും. ക്യാമ്പുകൾ ബുക്ക് ചെയ്യുന്നതിന് നവംബർ 25 വരെ സമയം നൽകിയിട്ടുണ്ട്. അൽജനോബ്യ എന്ന ആപ്ലിക്കേഷനിൽ ക്യാമ്പിങ്ങിനുള്ള രജിസ്ട്രേഷൻ ലഭ്യമാണ്. സദേൺ ഗവർണറേറ്റിൽ ഇതിനോടകം 2600-ലധികം ക്യാമ്പ് സൈറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. അടുത്തയാഴ്ച സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് 10,000-ഓളം പേർ അപേക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സദേൺ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫ സാഖിറിലെ സർവീസ് സെന്ററിൽ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ക്യാമ്പ് നടത്തിപ്പുകാർ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ, അംഗീകൃത ക്യാമ്പിംഗ് മാപ്പ്, സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്റർനെറ്റ് മുതൽ ക്യാമ്പിംഗിൽ എത്തുന്നവർക്ക് വാഹന സൗകര്യങ്ങൾ വരെ ഏർപ്പെടുത്തിയാണ് ക്യാമ്പിംഗ് നടത്തിപ്പുകാർ തങ്ങളുടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ബഹ്റൈനിലെ സംഘടനകളും കൂട്ടായ്മകളും ഇനി വരുന്ന തണുപ്പ് കാലത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ പലതും ക്യാമ്പിംഗിൽ വെച്ച് നടത്താനും തയ്യാറാകുന്നത് ക്യാമ്പ് നടത്തിപ്പുകാർക്ക് ആശ്വാസമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും ബിഗ് സ്ക്രീനുകൾ അടക്കമുള്ള കൂടാരങ്ങളും അടക്കം പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ശ്രേണിയിലുള്ള കൂടാരങ്ങളും ലഭ്യമാണ്. സൗകര്യങ്ങൾക്കനുസരിച്ച് വാടകയിലും വ്യത്യാസമുണ്ട്. ബഹ്റൈനിലെ സാക്കിർ മരുഭൂമിയിലാണ് ക്യാമ്പിംഗ് ടെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് എമിറേറ്റിൽ റെസിഡൻസി നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവരെ ആദരിക്കാനും താമസക്കാരെ അതിലേക്ക് പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ പ്രത്യേക പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ സംരംഭമായ ഐഡിയൽ ഫേസ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായാണ് താമസക്കാരെ ആദരിക്കാനും റെസിഡൻസി നിയമങ്ങൾ പാലിക്കാനുമുള്ള പ്രതിജ്ഞ എടുക്കാനും പ്രത്യേക വേദി ഒരുക്കിയത്. ആഗോള ഗ്രാമത്തിലെ പ്രധാന സ്റ്റേജിന് സമീപമാണ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച ഈ പവലിയനിൽ വൈകിട്ട് 4 മുതൽ രാത്രി 11 മണി വരെ സന്ദർശകരെ സ്വീകരിക്കും. അവർക്ക് ഈ പ്ലാറ്റ്ഫോം വഴി പ്രതിജ്ഞ സ്ഥിരീകരിക്കാനും GDRFയുടെ പ്രശംസാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനും സാധിക്കും. ഇതിനോടൊപ്പം വിജയികൾക്ക് പ്രതീകാത്മക സമ്മാനങ്ങൾ ഡയറക്ടറേറ്റ് നൽകുന്നുണ്ട്. മാത്രവുമല്ല, കുട്ടികളെ ആകർഷിക്കാൻ GDRFയുടെ കാർട്ടൂൺ കഥാപാത്രമായ സലാമയുടെയും സാന്നിധ്യവും ഇവിടെയുണ്ട്. അവർക്കൊപ്പം ഫോട്ടോയെടുക്കാനും അവസരം ലഭിക്കും. ദുബൈയിലെ റെസിഡൻസി നിയമങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ററാക്റ്റീവ് അനുഭവങ്ങൾ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് GDRF വ്യക്തമാക്കി. ദുബായ് ജബൽ അലിയിലെ ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിൽ എത്തുന്ന യാത്രക്കാർക്ക് ഇനി ബാഗുകൾക്കായി കാത്തിരിക്കേണ്ടി വരില്ല. പകരം യാത്രക്കാർ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എത്തുന്നതിന് മുമ്പായി ലഗേജുകൾ ടെർമിനലിൽ തയ്യാറായിരിക്കും. അല്ലെങ്കിൽ യാത്രക്കാരുടെ വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ നേരിട്ട് ഡെലിവറി ചെയ്യാൻ സംവിധാനമൊരുക്കുമെന്നും ഡിനാറ്റ CEO വ്യക്തമാക്കി. സാധ്യമായ ഏറ്റവും മികച്ച യാത്രാനുഭവം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. വരികൾ നിൽക്കാതെയും ബയോമെട്രിക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും തടസ്സരഹിതമായ യാത്രക്കൊരുക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അലൻ കൂട്ടിച്ചേർത്തു. എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡിനാറ്റ ദുബായ് എയർപോർട്ടുകളിൽ പ്രവർത്തിക്കുന്ന എയർലൈനുകളുടെ ഏക എയർ സർവീസ് ദാതാവാണ്. $35 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ദുബായ് വേൾഡ് സെന്ററിലെ പുതിയ ടെർമിനലിൽ വരുന്ന യാത്രക്കാർ വിമാനത്തിൽ നിന്നും ടെർമിനലിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാഗേജ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും.
അപ്പോഴേക്കും ബാഗേജ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ബാഗേജിനായി കാത്തിരിക്കാതെ യാത്രക്കാർക്ക് താമസ സ്ഥലത്തേക്ക് പോകാം. അവ വീട്ടിലോ ഹോട്ടലിലോ എത്തിച്ചു നൽകും. അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളം 14 വർഷം മുമ്പ് തുറന്നതു മുതൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ഇതിനെ മാറ്റുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മെഗാ ഹബിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 260 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് വിമാനത്താവളത്തിന്റെ മുൻകാല പ്രവചനങ്ങളെക്കാൾ 100 ദശലക്ഷം കൂടുതലാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നതെന്നും റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നതോടെ മനുഷ്യസേവനം പരമാവധി കുറയ്ക്കാനാകുമെന്ന് കണക്കുകൂട്ടുന്നുണ്ടെന്നും അലൻ കൂട്ടിച്ചേർത്തു. നിലവിൽ ഒരു റൺവേയും ഒരു പാസഞ്ചർ ടെർമിനലുമാണ് വിമാനത്താവളത്തിലുള്ളത്. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട്. മറ്റ് വിമാനത്താവളങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ആദ്യം ഇവിടെ വെച്ച് പരീക്ഷണാർത്ഥം നടപ്പിൽ വരുത്തുമെന്നും ഡിനാറ്റ സിഇഒ കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷിർ വഴി ഒക്ടോബർ മാസത്തിൽ 63 ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ട്. ഈ ഇടപാടുകളിൽ പൗരന്മാർക്കും പ്രവാസികൾക്കും സന്ദർശകർക്കുമുള്ള വിവിധ സേവനങ്ങൾ ഉൾപ്പെടുന്നു. സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരമനുസരിച്ച് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, ദേശീയ ID കാർഡുകളുടെ ഇലക്ട്രോണിക് പുതുക്കൽ, ഫാമിലി രജിസ്ട്രേഷൻ തുടങ്ങിയ വ്യക്തിഗത സേവനങ്ങൾക്കായി 3.8 ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നു. എക്സിറ്റ്, റീ എൻട്രി വിസകൾ, റെസിഡൻസി പെർമിറ്റുകൾ, ഇലക്ട്രോണിക് പാസ്പോർട്ട് പുതുക്കൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് വഴിയും കൈകാര്യം ചെയ്തു. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലർ സേവനങ്ങൾക്കായി 98282270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി 80071234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ദുബൈയിൽ ടൂറിസ്റ്റ് സന്ദർശക വിസ ലഭിക്കണമെങ്കിൽ ഇനി ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാണ്. ഇത് സംബന്ധിച്ച് ദുബൈ ഇമിഗ്രേഷൻ ട്രാവൽ ഏജൻസികൾക്ക് അറിയിപ്പ് നൽകി. പുതിയ നിബന്ധന പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം. ഇല്ലെങ്കിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയേക്കുമെന്നാണ് അറിയിപ്പ്. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്ത ഒട്ടേറെ മലയാളികളുടെ വിസ അപേക്ഷ പാതിവഴിയിലാണ്. നേരത്തെ യാത്രാ സമയത്ത് വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ രേഖകൾ കാണിച്ചാൽ മതിയായിരുന്നു. കൂടാതെ 2 മാസത്തെ വിസയ്ക്ക് 5000 ദിർഹവും 1 മാസത്തെ വിസയ്ക്ക് 3000 ദിർഹവും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഓൺലൈനിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ട്രാവൽ ഏജൻസികൾക്കാണ് ടൂറിസ്റ്റ് വിസകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക.